ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ മുൻ DGP ടോമിൻ ജെ തച്ചങ്കരി വിരമിച്ച ശേഷവും സ്വകാര്യ കാറിൽ ഔദ്യോഗിക ചിഹ്നം ഉപയോഗിച്ച് യാത്ര ചെയ്തത് ഒറ്റ ദിവസം മാത്രമാണെന്ന് റിപ്പോർട്ട്. മറ്റു ദിവസങ്ങളിൽ ചിഹ്നം ഉപയോഗിച്ചതായി കണ്ടെത്താനായിട്ടില്ല. ഒരു ദിവസം മാത്രം നടന്ന നിയമലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി കോട്ടയം SP-യും സ്പെഷ്യൽ ബ്രാഞ്ചും DGP-ക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഗതാഗത നിയമലംഘനം അടക്കമുള്ള വകുപ്പുകളിൽ ഉടൻ കേസെടുക്കും. ഗുരുതരമായ വകുപ്പുകൾ ചുമത്താതെയാകും നടപടി. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, ഇതിലെന്തോ ഒരു കല്ല് കടിക്കുന്ന ഒരു വാർത്തയാണല്ലോ. ഇതിപ്പോൾ ഒറ്റ ദിവസത്തേക്ക് ബോർഡ് വെച്ച് വാഹനം എടുക്കുകയില്ലല്ലോ. ഒറ്റ ദിവസം മാത്രമേ തെളിവായി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ മറ്റു ദിവസങ്ങളിൽ തെളിവ് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് മറ്റു ദിവസങ്ങളിൽ അങ്ങനെ സഞ്ചരിച്ചിട്ടില്ല എന്ന അനുമാനത്തിലേക്ക് എത്തുകയാണോ ഹരി? സ്മൃതി, കഴിഞ്ഞ ബുധനാഴ്ച മാത്രമാണ് ടോമിൻ ജെ തച്ചങ്കരി ഇങ്ങനെ ഈ വാഹനം, അതായത് തന്റെ വാഹനത്തിൽ DGP-യുടെ ഔദ്യോഗിക ചിഹ്നം, അതായത് 3 നക്ഷത്രങ്ങൾ പതിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയത് എന്നുള്ളൊരു കണ്ടെത്തലിലേക്കാണ് കോട്ടയം SP-യും ഒപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചും എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് 3 വർഷമായി ടോമിൻ തച്ചങ്കരി വിരമിച്ചിട്ട് ഈ 3 വർഷക്കാലത്തിനിടയിൽ മറ്റൊരു ദിവസവും ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയിട്ടില്ല എന്നുള്ള കണ്ടെത്തൽ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ആ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരൊറ്റ ദിവസം മാധ്യമങ്ങളിൽ കൂടി വാർത്ത വന്ന ആ ഒരൊറ്റ ദിവസത്തെ കാര്യം മാത്രമാണ് ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് വിചിത്രമായിട്ടുള്ള കാര്യം. എന്നാലും ഒരൊറ്റ ദിവസം, അതായത് കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാകാൻ വേണ്ടി മാത്രം ആ നക്ഷത്ര ചിഹ്നം അല്ലെങ്കിൽ ഔദ്യോഗിക ചിഹ്നം തച്ചങ്കരി ഉപയോഗിച്ചു എന്ന് പറയുന്നതാണ് അതിനകത്ത് ഒരു കൗതുകമുണർത്തുന്ന ഒരു കാര്യം. അതിൽ വിശദമായി, അതായത് 3 വർഷത്തെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം നടത്തുമോ എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. നിലവിൽ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഗതാഗത നിയമലംഘനത്തിന് കേസെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമായിരിക്കും ഉണ്ടാവാൻ പോകുന്ന നടപടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം സ്പെഷ്യൽ ബ്രാഞ്ചും പിന്നീട് കോട്ടയം SP-യും സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇത് നിയമലംഘനം തന്നെയാണ് എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്. കാരണം അത് സമ്മതിക്കാതെ വഴിയില്ല. കാരണം വിരമിച്ച തൊട്ടടുത്ത ദിവസം പോലും ഇത്തരത്തിൽ ഔദ്യോഗിക ചിഹ്നം ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെയുള്ളപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് നിയമലംഘനമാണ്. ഒരു ദിവസം ആ ചിഹ്നം ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നതിൽ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ട് എന്നുകൂടി കരുതേണ്ടി വരില്ലേ? അപ്പോൾ ഒറ്റ ദിവസത്തെ നിയമലംഘനം എന്ന റിപ്പോർട്ട് നൽകുമ്പോൾ അന്ന് ഏത് രൂപത്തിൽ അത് സംഭവിച്ചു? അതിൽ ഈ ടോമിൻ ജെ തച്ചങ്കരിയുടെ കൂടി മൊഴിയെടുത്ത ശേഷമാണോ ഈ രൂപത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഹരി? അതല്ലാതെ പുറമേ നിന്നും കണ്ട കാഴ്ചകളും കണ്ടെത്തിയ കാര്യങ്ങളും മാത്രമായിട്ടുള്ള റിപ്പോർട്ടാണോ ഹരി? സ്മൃതി, 2 കാര്യങ്ങളുണ്ട്. അതായത് ടോമിൻ ജെ തച്ചങ്കരിയുടെ വിശദീകരണം അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. അതായത് ഡ്രൈവർക്ക് പറ്റിയ ഒരു വീഴ്ച എന്നുള്ള നിലയിലാണ് ടോമിൻ ജെ തച്ചങ്കരി അതിനെ വിശദീകരിക്കുന്നത്. അതിനെ പക്ഷേ വിശ്വാസയോഗ്യമായി എടുത്തുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന് പറയുന്നതിനകത്ത് ചെറിയ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല, മാധ്യമങ്ങളിൽ കൂടി പുറത്തു വന്ന ദൃശ്യങ്ങളടക്കം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആ റിപ്പോർട്ടിന്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അന്നത്തെ ദിവസം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാകുന്ന സമയത്ത് ടോമിൻ ജെ തച്ചങ്കരി ഇത്തരത്തിൽ ചിഹ്നം ഉപയോഗിച്ചു എന്നുള്ള വാർത്ത വരുന്നു. ആ വാർത്തയിന്മേൽ അന്നത്തെ ദിവസത്തെ സംഭവം മാത്രം എടുത്ത് അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. അതിൽ വിശദമായ ഒരു അന്വേഷണം എന്നുള്ള നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ എപ്പോഴെങ്കിലും തച്ചങ്കരി ഇത്തരത്തിൽ ഈ ചിഹ്നം ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അത് നിലവിലത്തെ സാഹചര്യത്തിൽ കോട്ടയം SP-ക്ക് മാത്രം നടത്താൻ കഴിയുന്ന ഒരു അന്വേഷണം അല്ലതാനും. കാരണം കോട്ടയം SP-യെ അന്വേഷണം ഏൽപ്പിച്ചത് ഈ കോട്ടയത്ത് വെച്ച് ഈ കാർ കണ്ടെത്തി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതിൽ വിശദമായ ഒരു പ്രത്യേക ടീമിനെ നിയോഗിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥനെ നിയമിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് ഈ 3 വർഷക്കാലത്തെ അന്വേഷണം പരിധിയിൽ വിടുക. എന്തായാലും ഇപ്പോൾ നിലവിലെടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ നിയമലംഘനം, അതായത് കോട്ടയം SP-യും സ്പെഷ്യൽ ബ്രാഞ്ചും കണ്ടെത്തിയിരിക്കുന്ന ഈ നിയമലംഘനത്തിൽ ഗതാഗത നിയമലംഘനത്തിന് കേസെടുക്കുക. അത് കോട്ടയം ഈസ്റ്റ് പോലീസ് ആയിരിക്കും അതിൽ കേസെടുത്ത് അതിന്റെ തുടർ നടപടികളുമായി തച്ചങ്കരി നക്ഷത്ര ചിഹ്നത്തോടുകൂടി നിയമവിരുദ്ധമായി ഒറ്റ ദിവസം മാത്രം യാത്ര നടത്തിയെന്ന വിചിത്രമായ കണ്ടെത്തലാണ് കോട്ടയം SP-യും സ്പെഷ്യൽ ബ്രാഞ്ചും നടത്തിയിരിക്കുന്നത്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.